അങ്ങനെ പറഞ്ഞു വന്ന് നമ്മളെ എക്സാം ഏകദേശം പകുതിയോളം എത്തി. ഇന്ന് എന്റെ പേടി സ്വപ്നമായ സോഷ്യൽ സയൻസ് തന്നെയായിരുന്നു എക്സാം വന്നിട്ടുണ്ടായിരുന്നു. പേടിച്ചു വരച്ചൊക്കെയാണ് ഹോളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് മറ്റേത് സബ്ജക്റ്റിനേക്കാളും പഠിക്കാനായിട്ട് ഏറ്റവും പാടുള്ളത് ഈ ഒരു സോഷ്യൽ സയൻസ് തന്നെയാണ്. പക്ഷെ സത്യം പറഞ്ഞാല് ഞാൻ വിചാരിച്ച അത്ര പാടൊന്നും ഉണ്ടായില്ല. ഒരു ആവറേജ് പരീക്ഷ എന്ന് പറയാൻ പറ്റൂല, അത്യാവശ്യം എളുപ്പമായിരുന്നു, എന്നാൽ ആവറേജ് ആയിരുന്നു. ഈ ഒരു 1 വേർഡിലാണെങ്കിൽ 7th 8th എന്തോ വന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ് എനിക്ക് നല്ല കൺഫ്യൂഷൻ വന്നത്. വേറെ ഒന്നല്ല, കുറച്ച് തിങ്കേഴ്സും അവരുടെ കൺട്രി ഏതാന്നുള്ളത് മാച്ച് ദ ഫോളോയിങ് പോലത്തെ ആയിരുന്നു. ഇത്രയും പാടുപിടിച്ച സബ്ജക്റ്റില് അത്രയും മൂലക്കുന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമെന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. അതുകൊണ്ട് എന്നെ പറഞ്ഞു വന്നത് ആ ഒരു ഭാഗം ഒന്നും നോക്കാത്ത കാരണം അതങ്ങോട്ട് നല്ല ഐശ്വര്യമായിട്ട് തെറ്റിച്ചു വന്നിട്ടുണ്ട്. പിന്നെ essay ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം നമ്മൾ പഠിച്ചു വെച്ച് പോയിട്ടുണ്ടായിരുന്ന ആ ഒരു ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ മാപ്പ് മാർക്കിംഗ് എന്തായാലും വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വന്നിട്ടുണ്ടായി. മാപ്പ് മാർക്കിന്റെ ക്വസ്റ്റ്യനും അത്യാവശ്യം നല്ല എളുപ്പമുണ്ടായിരുന്നു. സത്യം പറഞ്ഞ സോഷ്യൽ സയൻസിന്റെ പേപ്പർ കണ്ടപ്പോ തന്നെ അവർ കാര്യങ്ങളൊക്കെ നല്ല വളച്ചൊടിക്കാതെ തന്നെ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി. പൊതുവെ വളച്ചൊടിച്ച് കാര്യം വഷളാക്കുന്നതാണ് പതിവ്. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും സോഷ്യൽ സയൻസ് വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടായ എക്സാം എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട. അല്ല, ഈ ഒരു വീഡിയോ കണ്ട് മാത്രമല്ല നമ്മുടെ ചാനലിൽ പോയിട്ട് മറ്റു വീഡിയോസ് കണ്ട് ഇഷ്ടമാണെങ്കിൽ മതി. പിന്നെ ഇൻസ്റ്റയിൽ കാണുന്നവർ യൂട്യൂബ് ചെക്കൗട്ട് ചെയ്യുക, പിന്നെ ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്യാനും മറക്കണ്ട.